ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാവർക്കും നേടാൻ കഴിയുന്ന കാര്യം. പക്ഷെ ആരും അതിനു വേണ്ടി അത്രയ്ക്ക് സമയമോ അതിനുള്ള കാര്യങ്ങളോ കണ്ടെത്താത്ത കാര്യം, ആർക്കും കിട്ടുന്ന കാര്യം തന്നെയാണ്. പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു കിടക്കുന്ന ഈ ശക്തിയെ എടുക്കാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ഏതൊരു മനുഷ്യർക്കും കിട്ടുന്ന മഹാഭാഗ്യം തന്നെയാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് വേണ്ടത്, ഏത് കാര്യം നമ്മൾ ചെയ്താലും അതിൽ സത്യമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് നമ്മളാണ്. സത്യം അന്വേഷിക്കുന്ന ഒരാൾക്ക് സത്യത്തിൽ തന്നെ ചെന്നെത്താൻ കഴിയും. കാരണം അതില്ലാത്ത ഒരു കാര്യമല്ല, ഉള്ള ഒരു കാര്യത്തിൻ്റെ പിന്നാലെയാണ് നമ്മൾ പായുന്നത്. നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും അതിലൊരു സത്യം എന്ന ഒരു വൻ ശക്തി അടങ്ങിയിരിക്കും എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അത് തേടുന്ന ഒരാൾക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ, അത് അന്വേഷിക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ. പക്ഷെ അന്വേഷിക്കാനുള്ള മനസ്സോ സമയമോ ആരും കണ്ടെത്താറില്ല എന്നതാണ് സത്യം. സത്യാന്വേഷകൻ ഒരിക്കലും അതിൽ നിന്നും വ്യതിചലിക്കുകയുമില്ല. ഈ സത്യം അന്വേഷിച്ച് ചെന്നെത്തുന്നത് സത്യത്തിൽ തന്നെയായിരിക്കും. ഈ സത്യം എന്ന് പറയുന്നത് തന്നെയാണ് ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറയുന്നത് പ്രകാശമാണ്. ഈ പ്രകാശത്തെ തേടി പോകുന്ന ഒരാളും ഇരുട്ടിലാകുകയില്ല. നാം ഒരു ഇരുട്ടുമുറിയിലെ കറുത്ത പൂച്ചയെ അല്ല നമ്മൾ തപ്പുന്നത്. പ്രപഞ്ചമെന്ന സത്യത്തിൻ്റെ പ്രകാശത്തെയാണ് നമ്മൾ എടുക്കുന്നത്. അത് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കും തോറും അത് വന്നുകൊണ്ട് തന്നെ ഇരിക്കും. ആ പ്രവാഹം ഒരിക്കലും നിലയ്ക്കുകയും ഇല്ല. കാരണം അതിന് അന്ത്യവും ഇല്ല, ആദിയും ഇല്ല. അത് വന്നുകൊണ്ടേയിരിക്കും, നമുക്ക് എടുക്കാൻ കഴിഞ്ഞുകൊണ്ടേയിരിക്കും. ഈ സത്യ അന്വേഷണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് വയസ്സോ അതിന് വിദ്യാഭ്യാസമോ ഒന്നും തന്നെ ഇല്ല. ഇത് എടുക്കാനുള്ളൊരു മനസ്സും അതിനു വേണ്ടിയുള്ള ഒരു പ്രയത്നവും മാത്രം മതി നമ്മൾക്ക് ഈശ്വരനെ നമ്മുടെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നതിന്. അതാരാണോ ശ്രമിക്കുന്നത് അവർക്ക് കിട്ടിയിരിക്കും. പക്ഷേ ഈ കിട്ടുന്ന ആൾ അതിനെ ഒന്ന് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ഒരു സ്വസ്ഥതയും കിട്ടില്ല. ആരും അയാൾക്ക് സന്തോഷമോ സമാധാനമോ ഒന്നും കൊടുക്കുകയും ഇല്ല. കാരണം ആർക്കും ഇതിൻ്റെ പിന്നാലെ പായാൻ നേരമില്ല. അവരതിനു പകരം കൃത്രിമമായ പല കാര്യങ്ങളിലും ഇഴുകിച്ചേർന്ന് അതിൽ നിന്നും കിട്ടുന്ന അല്പസമയത്തിൽ കിട്ടുന്ന ആനന്ദം മാത്രമേ അവർ എടുക്കുന്നുള്ളൂ. അല്ലാതെ ഭഗവാനിൽ നിന്ന് നേരിട്ടെടുക്കാനോ ഭഗവാന്റെ ഈ വൻശക്തി എന്താണെന്ന് മനസ്സിലാക്കാനോ അവർ ശ്രമിക്കുന്നതേയില്ല. ഇതാണ് ഏറ്റവും വലിയ പരാജയം. നമ്മുടെ പരാജയം നാം തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഈശ്വരനെ തേടിപ്പോകുന്ന ഒരാൾക്ക് പോലും ഈശ്വരൻ ഇല്ല എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടേയില്ല. ഈശ്വരൻ ഉണ്ടെന്ന് തെളിയിച്ചിട്ട് തന്നെ അവർ മടങ്ങുകയുള്ളൂ. പക്ഷേ ഇത് സമൂഹത്തിന് കൊടുക്കാം എന്ന് വിചാരിച്ചാൽ സമൂഹം ഇത് അംഗീകരിക്കുന്ന കാര്യമേ അല്ല. കാരണം അവർ ശ്രമിക്കാറില്ല, അവർ നേടാറില്ല, അവരെടുക്കാറില്ല. എന്നിട്ട് ഇവരെ തന്നെ വേദനിപ്പിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് അത് നഷ്ടമാവില്ല. ഇവരതിനെ ഒളിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്, മറച്ചു വയ്ക്കില്ല. മറച്ചു വയ്ക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. പക്ഷേ ഇവരത് ഒളിപ്പിക്കും. ഈ ഒളിപ്പിക്കുന്നതോടുകൂടി അവർക്ക് കിട്ടുന്ന ഈ മഹാഭാഗ്യം അത് ഒളിഞ്ഞു തന്നെ കിടക്കും. ഈ ഒളിച്ചു വയ്ക്കാനുള്ളതിനുള്ള ശ്രമം നടത്താതെ ഇത് പരസ്യമാക്കാനുള്ള ഒരു ശ്രമം നടത്തിയാൽ അവരുടെ ജീവന് തന്നെ ആപത്തും ആകും. ഇത് നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരുപാട് ജനങ്ങളാണ് ഇതിനെ ഒളിച്ചു വയ്ക്കുന്നത്. ഈ ഒളിച്ചു വയ്ക്കുന്നതാണ് ഏറ്റവും വലിയ അപകടമായി തീരുന്നത്. നമുക്ക് കിട്ടിയ മഹാഭാഗ്യം നമ്മൾ മറ്റുള്ളവരിലേക്ക് തന്നെ അത് പകർന്നു കൊടുക്കണം. അവരും അത് എടുത്താൽ മാത്രമേ അതിൻ്റേതായ വില കിട്ടുകയുള്ളൂ. രണ്ട് തരത്തിലേ ഉള്ളൂ. ഒന്ന്, നമ്മളിത് അവരിലേക്ക് പകർത്തുക, അവരത് ഏറ്റെടുക്കുക. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ തന്നെ സ്വയം എടുത്ത് പ്രകാശിപ്പിക്കുക. ഇത് രണ്ട് കാര്യവും നടത്താൻ കഴിയും. അത് നടത്താൻ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതിന് ശ്രമിക്കണം. അതിനാണെന്നോ പെണ്ണെന്നോ കുഞ്ഞെന്നോ വലുതെന്നോ വിദ്യാഭ്യാസം വേണമെന്നോ വിദ്യാഭ്യാസം വേണ്ടെന്നോ ഒന്നുമേയില്ല. നാം പ്രവർത്തിക്കുന്നതിനനുസരിച്ചുള്ള മഹാഭാഗ്യം നമ്മളിൽ തന്നെ വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. അത് എല്ലാവർക്കും ഈ മഹാഭാഗ്യം കൊടുക്കാൻ ഒരു ശ്രമം നടത്തുക.
ആ ശ്രമത്തിൽ വിജയിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. കാരണം നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്നത് ഈശ്വരനാണ്, പ്രകാശമാണ്, സത്യമാണ്. ഈ സത്യത്തിനെ മറച്ചു വയ്ക്കാൻ ഒരുപാട് കാലമൊന്നും ആർക്കും കഴിയില്ല. അത് കാരണം അത് വളർന്നുകൊണ്ടേയിരിക്കും, ഉയർന്നുകൊണ്ടേയിരിക്കും, ഉയർത്തിക്കൊണ്ടേയിരിക്കും. ഇത് സത്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നമുക്ക് കിട്ടുന്ന ഈ മഹാഭാഗ്യം എല്ലാ ആൾക്കാർക്കും വന്നു ചേരണം, എത്തിച്ചേരണം എന്ന് മാത്രം ചിന്തയോട് മുന്നോട്ട് പോവുക. ലോക നന്മയ്ക്കായി വന്നത് ലോക നന്മ നടപ്പിലാക്കിയിരിക്കണം. ഇതാണ് എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാകേണ്ട ഏറ്റവും വലിയ കാര്യം. അത് അവർക്ക് നേട്ടം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഒരു കാരണവശാലും അവർക്ക് ഇതിൽ നിന്നും ഒരു നാശമോ ഒരു ദുരിതമോ ഒരു ദുഃഖമോ ഉണ്ടാകുന്ന കാര്യമേ ഇല്ല. വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഇത് നേടാൻ കഴിയും. എല്ലാ ആൾക്കാർക്കും കൊടുക്കാൻ ഭഗവാനും കഴിയും. നേടിയെടുക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇത്. ഇതിനെ മറച്ചു വയ്ക്കല്ലേ, ഒളിച്ചു വയ്ക്കല്ലേ. കിട്ടുന്ന കാര്യം മറ്റുള്ളവരോട് പറയാൻ മടിക്കുകയും ചെയ്യരുത്. ഈ സത്യാന്വേഷണം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്നുള്ള ബോധം ഉള്ളിൽ നിറയ്ക്കുക, മറ്റുള്ളവർക്ക് നിറപ്പിച്ചു കൊടുക്കുക. എല്ലാ ആൾക്കാർക്കും ഇത് വേണം, എല്ലാ ആൾക്കാർക്കും ഇത് കിട്ടും, ഭഗവാന് കൊടുക്കാനും കഴിയും. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതീയമ്മയിലൂടെ എത്തും.